ഞാനിന്ന് ഒരു ചെറിയ കവിത വായിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. ഫാസിസത്തെക്കുറിച്ചായതുകൊണ്ടാണ് വായിക്കുന്നത്, കവിത വായിക്കണം എന്ന ആഗ്രഹം കൊണ്ടല്ല. സമയപ്രഭു. ഇരുട്ടിൽ ഒരു എലി കുഞ്ഞിനെ പൂച്ചയെ ചൂണ്ടിക്കാട്ടി പഠിപ്പിക്കുകയാണ്. വലിയ കാഴ്ചശക്തിയാണ്, ഏതിരുട്ടിലും കാണും. വലിയ കേൾവിശക്തിയാണ്, ഒരു രോമം വീഴുന്ന ഒച്ച കേട്ടാൽ ആരുടേത് എന്നറിയും. സൗമ്യമൂർത്തിയാണ്, മറിച്ചിടുന്നത് മൃദുവായ കൈപ്പത്തി കൊണ്ടാണ്. ക്ഷമാമൂർത്തിയാണ്, മുഴുമിക്കാൻ 4-5 മണിക്കൂറെടുക്കും. ദയാവാരിധിയാണ്, നമുക്ക് ജീവിതം പല തവണ തിരിച്ചു തരും. സഹൃദയനാണ്, വാലിൻ്റെ അവസാനത്തെ വളഞ്ഞ് നിവരൽ വരെ ആസ്വദിക്കും. ഒരു തിരക്കുമില്ല, സമയത്തിൻ്റെ പ്രഭുവാണ്. ഫാസിസത്തെക്കുറിച്ച് പറയാൻ ഒരു പൂച്ചയെക്കുറിച്ച് പറഞ്ഞത് എന്താണ് എന്ന് ചോദിക്കാം. തീവ്രവാദികൾ ഒരു പൂച്ചയെ അടച്ചിട്ട മുറിയിൽ നിരായുധനായി ചെന്ന് അതിനെ കീഴടക്കിയിട്ടാണ് പരിശീലനം ആരംഭിക്കുക എന്ന് കേട്ടിട്ടുണ്ട്. പുറത്തേക്ക് വരുന്ന ഈ തീവ്രവാദി കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും ശരീരമാസകലം മുറിവുകളുമായിട്ടാണ് പ്രത്യക്ഷപ്പെടുക. അയാൾ അതിനെ കീഴടക്കാൻ തുനിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയിരിക്കുക, അതൊരു പൂച്ചയല്ല, ഒരു പുലിയാണ് എന്ന്. അത്രമേൽ ശക്തമായ പ്രതിരോധം അതിനെ കീഴടക്കി പഠിച്ചാണ് അയാൾ പുറത്തേക്ക് വരുന്നത്. ഗോഡ് ക്രിയേറ്റഡ് ദ കാറ്റ് സോ ദാറ്റ് men might caress the tiger. ദൈവം പൂച്ചയെ സൃഷ്ടിച്ചത് നിങ്ങൾക്ക് പുലിയെ തലോടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഫാസിസം ഇങ്ങനെ ഒരു പുലിയാണ്, പ്രത്യക്ഷത്തിൽ അത്ര സൗമ്യം, എന്നാലോ അകമേ അത്ര ക്രൂരതയും കുടിലതയും. ബഷീർ ടൈഗർ എന്ന കഥയിൽ അമാന്യരും രാജ്യശത്രുക്കളുമായ പോലീസുകാർ വളർത്തുന്ന ഒരു നായയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന് കൊടുത്തിട്ടുള്ള പേരും ടൈഗർ എന്നാണ്. അപ്പോൾ ഫാസിസം എന്താണ് എന്ന് ചോദിച്ചാൽ, വാസ്തവത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സാധാരണ ഇന്ത്യയിൽ നടക്കാറുള്ള തെരഞ്ഞെടുപ്പുകളിൽ കേരളം ഒരു വിധത്തിലും മറ്റ് സംസ്ഥാനങ്ങൾ വേറെ വിധത്തിലുമാണ് പെരുമാറുക. ഇപ്രാവശ്യം ഒരേപോലെയാണ് കേരളം പെരുമാറിയത്. ഇവിടുത്തെ ഫാസിസത്തിനെതിരെ ഇവിടുത്തെ നാട്ടുകാരും, മറ്റ് പ്രദേശങ്ങളിലെ ഫാസിസത്തിനെതിരെ മറ്റ് നാടുകളിലെ ആളുകളും ഒരുപോലെ പെരുമാറുകയാണ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഫാസിസം എന്ന് ചോദിച്ചാൽ, ഇവിടെ എന്ത് ഫാസിസമാണെന്നൊക്കെ പറയും. ഇവിടെ എന്താണ് ഫാസിസം എന്ന് ചോദിച്ചാൽ, ആ മനു തോമസോ അദ്ദേഹം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമ്മർദ്ദത്തിൻ്റെ പേരാണ് ഫാസിസം. അതിൽ പരമൊന്നുമല്ല. നമ്മൾ എന്താണ് മുസോളിനിയെക്കുറിച്ച് പറയും, അദ്ദേഹമാണ് ഫാസിസം. ഫാസിസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഫാസിസം ഉണ്ടായിട്ടുള്ളത്. റോമൻ ജുഡീഷ്യറിയിൽ നിന്നും ഫാസിസ് എന്ന് പറയുന്ന ഈ സിമ്പൽ എടുത്തുകൊണ്ട് വന്ന് തൻ്റെ കൊടിയടയാളമാക്കി തീർത്തു. അങ്ങനെ കറുത്ത ഉടുപ്പിട്ടു എല്ലാവരും നടന്നു. ഇങ്ങനെ രാജ്യത്തെ ശക്തിപ്പെടുത്തണമെങ്കിൽ ഒരു വിറകിൻകെട്ടിലെ കൊള്ളികൾ പോലെ നാം അടങ്ങി നിൽക്കണം എന്നായിരുന്നു ഫാസിസത്തിൻ്റെ മുദ്രാവാക്യം. ആ വിറകിൻ കെട്ടിൽ ഒരു മഴു തിരികെ വച്ചിരുന്നു. അതാണ് ഫാസിസ് എന്ന് പറയുന്ന സിമ്പൽ. അത് പക്ഷേ തീർച്ചയായിട്ടും ഈ മുസോളിനി പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഒരുപാട് പത്രങ്ങൾ
എന്നാണ് ഉംബർട്ടോ എക്കോ പറയുന്നത്. ഇറ്റലിയിൽ നിറയെ പത്രങ്ങൾ, ആ പത്രങ്ങളിലൊക്കെ വ്യത്യസ്തങ്ങളായ അഭിപ്രായം. അതുവരെ ദേശാഭിമാനി മാത്രമേ ഇറ്റലിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ പല പത്രങ്ങൾ, വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ, ഡിസ്റ്റോർട്ട് ചെയ്യാത്തത്, സത്യം തുറന്നു പറയുന്നത് ആയിട്ടുള്ള പത്രങ്ങൾ ഒക്കെ വരുന്നു. അപ്പോൾ ഫാസിസം എന്ന് പറഞ്ഞാൽ എല്ലാ നാട്ടിലും ഉള്ളതാണ്. ഈ ഫാസിസം ഇല്ലായിരുന്നെങ്കിൽ ഈ പോക്കോട്ട് ആ സിദ്ധാർത്ഥിനെ ഈ വിധത്തിൽ കൊല ചെയ്യാൻ ഏതെങ്കിലും ചെറുപ്പക്കാർ നിൽക്കുമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആരും നിൽക്കില്ല. പിന്നിൽ തങ്ങളെ രക്ഷിക്കാൻ ഒരു ശക്തിയുണ്ട് എന്നും, അന്യായത്തിന്, ദുരധികാരത്തിന് ഒരു ഐഡിയോളജി ഇവിടെ സുശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്നും ബോധ്യമുള്ളത് കൊണ്ട്, എന്തും പ്രവർത്തിക്കാമെന്നുറപ്പുള്ളത് കൊണ്ട് മാത്രം സംഭവിച്ചതാണ് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആ കൊടിയ അപകടം. അതിൻ്റെ അർത്ഥം ഫാസിസം നമ്മുടെ നാട്ടിൽ സുലഭമായി നിൽക്കുന്നു എന്നത്. തീർച്ചയായിട്ടും കേന്ദ്രത്തിനാണ് അധികാര പരിധി കൂടുതൽ, അവിടെ ഫാസിസം കൂടുതൽ തീവ്രം ആണ്. ഈ അടുത്ത ദിവസം നമ്മുടെ ആദ്യത്തെ പാർലമെൻറ്റ് സമ്മേളനത്തിൽ BJP-ക്കാർ അത് ആഘോഷിക്കുന്നത് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അടിയന്തരാവസ്ഥ കോൺഗ്രസ്സുകാരെക്കുറിച്ച് പറഞ്ഞാൽ അതൊരു അപരാധബോധമാണെങ്കിൽ BJP-ക്കാരെക്കുറിച്ച് പറഞ്ഞാൽ അതൊരു സമ്മതപത്രമാണ്. അതുകൊണ്ടാണ് അവരത് ആഘോഷിക്കുന്നത്. തങ്ങൾക്ക് തുടരാവുന്ന ഒന്ന് കാണിച്ചു തന്നു എന്ന നന്ദിയോടുകൂടിയാണ് അവർ അത് ആഘോഷിക്കുന്നത്. ഞങ്ങളല്ല ഇത് കൊണ്ടുവന്നിരിക്കുന്നത്, അത് കൂടുതൽ ശക്തമായും കൂടുതൽ ആസൂത്രണത്തോടു കൂടിയും ഒരിക്കലും അവസാനിക്കാനിടയില്ലാത്ത വിധത്തിലും അത് നീളണമെങ്കിൽ അത് അപ്രഖ്യാപിതമായിരിക്കണം. പ്രഖ്യാപിതമായാൽ പറ്റുകയില്ല എന്നതിനാൽ അപ്രഖ്യാപിതമായ ഒരു ഫാസിസം ആണ് ഇന്ത്യയിൽ ഉള്ളത്. അതിന് ചെറിയ തിരിച്ചടികളൊക്കെ കിട്ടി. ഭരണഘടന കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു നേതാവ് എല്ലാ ഘട്ടങ്ങളിലും പ്രവർത്തിച്ചതിൻ്റെ ഫലം കൂടിയായിരുന്നു അത്. അതെന്തായാലും ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയേക്കാൾ എത്രയോ ഭയങ്കരമാണ് അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ. അത് ഇരുട്ടിൽ നിന്നുള്ള യുദ്ധമാണ്, മറ്റത് വെളിച്ചത്തിൽ നിന്നുള്ള യുദ്ധമാണ്. യുദ്ധം തന്നെയാണ്, സംശയമൊന്നുമില്ല. ഒരുപാട് അക്രമങ്ങൾ നടന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ഒരുപാട് പ്രയാസങ്ങൾ നാട്ടിലുണ്ടായി, സ്വാതന്ത്ര്യമില്ലാതായി തീർന്നു. പിൻവലിച്ചു, പക്ഷേ മാപ്പ് പറഞ്ഞു, പക്ഷേ പിന്നീടുള്ള ഭരണത്തിൽ അത് കാണപ്പെടാതിരിക്കാൻ നിഷ്കർഷിച്ചു. പക്ഷേ അടിയന്തരാവസ്ഥ ഫാസിസ്റ്റ് കാലം തന്നെയായിരുന്നു. ആ അടിയന്തരാവസ്ഥ അവർക്ക് പിന്നീട് മുന്നോട്ട് പോകുന്നതിന് തടസ്സമായിത്തീരുന്നു, അവരെ വേദനിപ്പിക്കുന്നു. എന്തു പറഞ്ഞാലും അത് തെറ്റായിരുന്നു എന്ന് പറയുന്നു. ഈ നമ്മുടെ രാഷ്ട്രീയം മാതൃഭൂമിയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളല്ലേ സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ച്. ഇന്നാൾ മാതൃഭൂമിക്ക് വേണ്ടി കേരളത്തിൽ വന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർത്തെടുക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലൊക്കെ ആ പേര് വന്നു കഴിഞ്ഞു. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മക്കൾ വാഴ്ച ശരിയാണോ എന്ന ഒരു ചോദ്യം. എനിക്ക് പക്ഷേ ഒരു സാമാന്യവൽക്കരണത്തിലും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. മക്കളായാലും കൊള്ളാം, മക്കളല്ലെങ്കിലും കൊള്ളാം. കാരണം എന്താ, സഞ്ജയ് ഗാന്ധി ഒരു മകനായിരുന്നു, അയാളായിരുന്നു ഭരിച്ചതെങ്കിൽ ഇനി ഇന്ത്യ ഉണ്ടാകുമായിരുന്നില്ല. രാജീവ് ഗാന്ധി ഒരു മകനാണ്, അയാൾ ഭരിച്ചതുകൊണ്ടാണ് ഇത്ര സാങ്കേതിക വ്യാപ്തിയുള്ള ഒരു ഭാരതം ഉണ്ടായിത്തീർന്നത്. അതുകൊണ്ട് മക്കൾ ഭരണം എന്നൊന്നും പറയുന്നതിൽ ഒരു കാര്യവുമില്ല. ചിലർക്കെങ്കിലും അത് ഒരു പരിചയമാണ്, ഒരു പരിശീലനമാണ്, അവരുടെ ജീനിൽ പോലും കുറിക്കപ്പെട്ട ഒരു സ്വാതന്ത്ര്യമാണ്, മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമാണ്. പക്ഷേ എല്ലാവരുടെ കാര്യത്തിലുമല്ല. സഞ്ജയ് ഗാന്ധി കണ്ടില്ലേ, എല്ലാവരുടെ കാര്യത്തിലുമല്ല. എന്തൊക്കെ ഭീകരതകളാണ് നടന്നത്, എന്തൊക്കെ ഭീകരതകളായിരുന്നു നടക്കുമായിരുന്നത്. അതുകൊണ്ട് അടിയന്തരാവസ്ഥ ഭീകരം തന്നെയാണ്. പക്ഷേ
പാടാത്ത പാട്ട് പാടിയ പാട്ടിനേക്കാൾ മധുരം എന്ന് പറയുന്നത് പോലെ പ്രഖ്യാപിത അടിയന്തരാവസ്ഥ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയോളം വലുതല്ല. അതിൻ്റെ വഴികൾ തെളിഞ്ഞിരിക്കുന്നു. മറ്റേതിൻ്റെ വഴി നമുക്കറിഞ്ഞുകൂടാ. സ്റ്റാൻ സ്വാമി അനുഭവിച്ചതിൻ്റെ പേരാണ് ഫാസിസം എന്ന് പറഞ്ഞാൽ. അങ്ങനെ നിരവധി പേർ അനുഭവിച്ചതിൻ്റെ പേരാണ് ഫാസിസം എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിൽ ഫാസിസവും നാസിസവും ചേർത്തിട്ടാണ് RSS പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. രാമായണത്തിൽ ഇങ്ങനെ അരണ്യകാണ്ഡത്തിൽ സീത രാമനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ എന്തിനാണ് ആയുധം? കാട്ടിലെ മൃഗങ്ങളൊന്നും നമ്മളെ ഉപദ്രവിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാ നമുക്ക് ആയുധം? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല ക്ഷത്രിയൻ ആയുധമെടുക്കുന്നത്, ബ്രാഹ്മണ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ ബ്രാഹ്മണ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ RSS പ്രവർത്തിക്കുന്നത്. RSSന് വേണ്ടത് ആ രാജ്യം ഉണ്ടാക്കുക എന്നതാണ്. രാമായണത്തിൽ ഗാന്ധി വായിച്ചതേയല്ല രാമായണത്തിൽ RSS വായിച്ചത്. അവർ ലിറ്ററലിസം വായിക്കുന്നു, നമ്മൾ ലിറ്ററേച്ചർ വായിക്കുന്നു. ഇതാണ് വ്യത്യാസം. ഗാന്ധി ലിറ്ററേച്ചർ വായിച്ചു, എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന, തൻ്റെ സാഹചര്യത്തിന് അനുകൂലമായി അർത്ഥം കൈവരിക്കുന്ന ഒന്നായി മാറുന്നു. ഗാന്ധി ഭഗവത്ഗീതയിൽ അഹിംസയ്ക്ക് വേണ്ടിയുള്ള ആഹ്വാനം വായിക്കുന്നു. RSSകാരൻ ഭഗവത്ഗീതയിൽ ഹിംസയ്ക്കുള്ള ആഹ്വാനം വായിക്കുന്നു. ലിറ്ററലിസപ്രകാരം അത് ഹിംസയ്ക്കുള്ള ആഹ്വാനമാണ്. അതിന് പ്രത്യക്ഷമായ അർത്ഥം ഹിംസ ചെയ്യുക എന്നത് തന്നെയാണ്. പക്ഷേ പരോക്ഷമായി അതിൻ്റെ അർത്ഥം അന്ന് അതല്ലാതെ പൊമ്പഴിയില്ലാതിരുന്ന, അതാകട്ടെ സന്ദേഹത്തോടു കൂടി ഒരാളെ നിർത്തിയിരുന്ന ആ ഘട്ടത്തിലെ കാലാനുസാരിയായിട്ടാണ് വായിക്കേണ്ടത്. എൻ്റെ കാലത്ത് അത് വായിക്കേണ്ടത് അഹിംസയ്ക്കുള്ള ആഹ്വാനം എന്ന നിലയ്ക്കല്ല, അഹിംസയ്ക്കുള്ള ആഹ്വാനം എന്ന നിലയ്ക്കാണ് എന്ന് ഗാന്ധി മനസ്സിലാക്കുന്നു. കാരണം ഭഗവത്ഗീതയിൽ അതും ഉണ്ട്. 300 പ്രയോഗങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അതും എന്ന്. കുമാരനാശാൻ്റെ കാവ്യങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം, കുമാരനാശാൻ അതാണ് എന്ന് പറയുകയില്ല, അതുമാണ് എന്നേ പറയും. എന്നല്ല എന്ന് പറയുകയില്ല, എന്നുമാണ് എന്നാണ് പറയുന്നത്. അത് ആൾ ഇൻക്ലൂസീവ്നെസ് ആണ്. ഭഗവത്ഗീതയിൽ ഏത് സാഹിത്യകൃതിയിലും അത് കാലാതിവർത്തിയാണെങ്കിൽ അതിൽ ആൾ ഇൻക്ലൂസീവ്നെസ് ഉണ്ടാകും. ഈ ആൾ ഇൻക്ലൂസീവ്നെസ് ഭഗവത്ഗീതയിൽ വായിച്ചതിൻ്റെ ഫലമാണ് മഹാത്മാഗാന്ധി ഭഗവത്ഗീതയ്ക്ക് എഴുതിയിട്ടുള്ള വ്യാഖ്യാനം. അതെ ഇങ്ങനെ ഒരു സന്യാസി ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു. അങ്ങനെ ക്ഷേത്രത്തിൽ തണുത്ത് വിറയ്ക്കുക, ഒരു രക്ഷയില്ല. അതുകൊണ്ട് അയാൾ പാഞ്ഞ് ക്ഷേത്രത്തിനകത്ത് കയറി നോക്കിയപ്പോൾ അവിടെ അതിലും തണുപ്പ്, കൊടും തണുപ്പ്. പക്ഷെ അലമാറകളിൽ ഒരുപാട് മരപ്രതിമകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നു. അത് കണ്ട ഈ ബുദ്ധ സന്യാസി ബുദ്ധൻ്റെ ഈ പ്രതിമകളിൽ ഓരോന്നെടുത്ത് കത്തിച്ച് തീക്കാഞ്ഞ് തൻ്റെ ജീവനെ അടുത്ത നാളിലേക്ക് നീട്ടിവെക്കാൻ കഴിവുള്ളവനായി തീരുന്നു. അയാൾ ബുദ്ധ സന്യാസിയാണ്. അയാളാണ് യഥാർത്ഥ ബുദ്ധ സന്യാസി. എന്തുകൊണ്ട്? ഇതൊരു മരവുമാണ്. അത് ആ മരത്താൽ നിർമ്മിക്കപ്പെട്ട ഒരു ബുദ്ധ പ്രതിമയും ആണ്. ഇതിനെ കേവല ബുദ്ധ പ്രതിമയായി കണ്ടുകൂടാ. ഇത് മരമാണ്. അഗ്നിയെ തടുക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അയാൾ ഇത് ബുദ്ധനാണ് എന്ന് കരുതി അന്ന് ഇത് കത്തിക്കാതിരുന്നെങ്കിൽ അയാൾ അവശേഷിക്കുമായിരുന്നില്ല. വ്യക്തിയുടെ സമൂഹത്തിൻ്റെ അതിജീവനത്തിനായി ജീവിച്ച ഒരു മഹാത്മാവിൻ്റെ പ്രതിമ ഒരേ സമയം അത് മരവുമാണ്, ഒരേ സമയം അത് വിഗ്രഹവും ആണ്. ഇതിൽ നിന്ന് ഇതിനെ വിഗ്രഹമായി മാത്രം കണ്ടുകൂടാ.
ഇതിനെ വിഗ്രഹമായി മാത്രം കണ്ടാൽ അതിന് ലിറ്ററലിസം എന്ന് പറയും. അക്ഷരാർത്ഥത്തിൽ വായിക്കുന്നതിന് ലിറ്ററലിസം എന്ന് പറയും. RSSകാർ ഭാരതത്തെ, രാമായണത്തെ, ഭഗവത്ഗീതയെ ഒക്കെ ലിറ്ററലിസത്തിൻ്റെ വഴിയിൽ വായിച്ചു. ഗാന്ധി അതിനെ ലിറ്ററേച്ചറായി കണ്ടു. ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടി അർത്ഥത്തെ പൂരിപ്പിക്കാനായി മറ്റൊരാളുടെ ജീവിതത്തിൽ നിന്നും എഴുതപ്പെട്ട ഒന്നിനെയാണ് സാഹിത്യം എന്ന് പറയുക. അനുവാചകനാണ് അതിൻ്റെ അർത്ഥം, അനുവാചകനാണ് അതിൻ്റെ വ്യാഖ്യാനം. അതിന് വ്യാഖ്യാനമായി തീരാവുന്ന വിധത്തിൽ ഈ ഗ്രന്ഥകാരൻ മാറുകയാണ് ചെയ്യുക. അപ്പോൾ ടെക്സ്റ്റുകൾ വിശുദ്ധങ്ങളൊന്നുമല്ല. ടെക്സ്റ്റുകൾ കത്തുന്ന കടലാസിൽ എഴുതപ്പെട്ടതാണ്, കത്തുന്ന ദ്രവ്യങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടവയാണ്. അതുകൊണ്ടാണ് ഞാൻ സെൻകഥ ഉദാഹരിച്ചത്. അത് കത്തേണ്ട സമയത്ത് കത്തുക തന്നെ വേണം, അല്ലെങ്കിൽ നമുക്ക് ഊർജമായി മാറുകയും വേണം. പക്ഷേ ഈ ലിറ്ററലിസം കൊണ്ട് രാമന് ക്ഷേത്രം പണിയാൻ പോകുന്നു ആളുകൾ. രാമനൊരു കഥാപാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്തൊരു പരാജയപ്പെട്ട കഥാപാത്രമാണ്. അരവിന്ദൻ്റെ കാഞ്ചന സീത കണ്ടാൽ അറിയാം എന്തൊരു ദുഃഖപരവശനായിട്ടാണ് രാമൻ തൻ്റെ മരണത്തിലേക്ക് നടന്നു പോകുന്നത് എന്ന്. പരാജയപ്പെട്ട ഒരാളാണ്. ഭാര്യയെ കൂടെ ഇരുത്താനും പ്രജയെ കൂടെ ഇരുത്താനും സാധിക്കാതെ വന്നതുകൊണ്ട് എപ്പോഴും അതിൻ്റെ വിഘടനത്തിൽ അസ്വസ്ഥതയും പാപവും അനുഭവിക്കേണ്ടി വന്ന ഒരാളാണ്. പാപബോധമാണ് രാമായണം എന്ന കൃതിക്ക് തന്നെ കാരണമായി തീർന്നത്. രത്നാകരൻ എന്ന് പറയുന്ന പൂർവജന്മത്തിൽ രത്നാകരനായിരുന്ന ഒരു കവർച്ചക്കാരൻ അയാളോട് ചോദിച്ചു, സപ്തർഷികൾ ആ വഴിയെ വന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആളുകളെ ആക്രമിച്ചും കൊലപ്പെടുത്തിയൊക്കെ പണം ഉണ്ടാക്കുന്നത്? ഇതിന് പാപം ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ചെയ്യുന്നതല്ലേ, ഞാൻ പോയി ചോദിച്ചു വരട്ടെ, അവരാ പാപം പങ്കിടില്ലേ എന്ന്. ചോദിച്ചു വരൂ എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പങ്കിടില്ല. നിങ്ങളിങ്ങനെ പാപത്തോടുകൂടി ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ തന്നെ അനുഭവിക്കണം. അങ്ങനെ ഒരേകാകിയുടെ കനത്ത പാപബോധത്തിൽ നിന്നാണ് രാമായണം എന്ന കൃതി എഴുതപ്പെട്ടത്. അതേ പാപബോധം പ്രതിഫലിക്കുന്ന ഒരു കഥാപാത്രം അതിൽ നിന്നുണ്ടാവുകയും ചെയ്തു. അതാണ് രാമൻ. രാമനിൽ നല്ല വശങ്ങളും രാമനിൽ ചീത്ത വശങ്ങളുമുണ്ട്. കേരളത്തിലാണെങ്കിൽ ഭക്തിയുടെ ഒരു ലോകം ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും ഇതുപോലെ ഇല്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ഭക്തന്മാർ, അയ്യപ്പൻ്റെ ഭക്തന്മാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭക്തന്മാരും കൊണ്ട് നിറഞ്ഞിരിക്കുക കേരളം. മഹാത്മാഗാന്ധി 1934 ബീഹാറിൽ ഭൂകമ്പത്തെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞു. അന്ന് ഗാന്ധി പറഞ്ഞത് ഇതാണ്: അൺടച്ചബിലിറ്റിക്ക് കിട്ടിയ ദൈവശിക്ഷയാണ് ഈ പ്രകൃതി ദുരന്തം എന്നാണ് ഗാന്ധി പറഞ്ഞത്. ഒന്നിച്ച ആളുകൾ മരിക്കുക. യക്ഷൻ യുധിഷ്ഠിരനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതം? അപ്പോൾ യുധിഷ്ഠിരൻ പറയുന്നു, ആളുകൾ ചുറ്റുപാടും മരിച്ചുകൊണ്ടേയിരിക്കുന്നു, എന്നിട്ടും എൻ്റെ ജീവിതം ശാശ്വതമാണ് എന്ന മട്ടിൽ ഞാൻ ജീവിക്കുന്നു. ഇതിലും വലിയ ഒരു അത്ഭുതം വേറെയുണ്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് മഹാത്മാഗാന്ധി പറയുകയാണ്, അൺടച്ചബിലിറ്റിക്ക് കിട്ടിയ ദൈവശിക്ഷയാണ് ഇത്. അന്ന് രവീന്ദ്രനാഥ് ടാഗോർ, നമ്മുടെ പുതിയ ചിന്തകന്മാർ അന്നത്തെ ഗാന്ധിയെ പരിഹസിച്ചു. അങ്ങ് അന്ധവിശ്വാസം വളർത്തുന്നു എന്ന് പറഞ്ഞു. ഗാന്ധി ഒരന്ധവിശ്വാസവും വളർത്തുകയായിരുന്നില്ല. ഇങ്ങനെ മരണങ്ങൾ നടക്കുന്ന ഒരു ലോകത്തിൽ നമ്മൾ എന്തിന് പരസ്പര സ്പർദ്ധയുള്ളവരായിരിക്കണം? എന്തിന് വിഭാഗീയതയുള്ളവരായിരിക്കണം? ഒരു കൂട്ടർ താഴെ ഒരു കൂട്ടർ മീതെ എന്നെന്തിന് കരുതണം? അങ്ങനെ കരുതി വന്നത് തെറ്റായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഈ പ്രകൃതി ദുരന്തം എന്നതിനർത്ഥം
ദൈവം ഇച്ഛിക്കുന്നത് സമത്വമാണ് എന്നതാണ്. അൺടച്ചബിലിറ്റി പാടില്ല എന്നതാണ്. നിലനിൽക്കുന്ന എല്ലാ അപാകതകളായിരുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നില്ല. പരാജയപ്പെട്ടാൽ ഒരു ദുരന്തം പരാജയമാണ്. ഗാന്ധി ഈ ദുരന്തത്തെയും ജനസേവനത്തിനായി മാറ്റുകയായിരുന്നു ചെയ്തത് എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ ഭക്തന്മാർ അന്ധമായി വിശ്വസിക്കുന്നവരാണ്, ലിറ്ററലിസ്റ്റുകളാണ്. ഒരു ചെങ്കൊടി നിങ്ങൾ കീറിയാൽ നിങ്ങളെ കൊല്ലും. അതുപോലെ ഒരു വിഗ്രഹത്തിൽ നിങ്ങൾ തുപ്പിയാൽ അത് കല്ലാണ് എന്ന് ഒരാളും വിചാരിക്കുകയില്ല, നിങ്ങളെ കൊല്ലും. ഇതൊക്കെ ലിറ്ററലിസത്തിൻ്റെ വലുപ്പമാണ്, ലിറ്ററേച്ചറിൻ്റെ അഭാവവുമാണ്. ഇവിടെ വിഷയം ഫാസിസം ആൻഡ് ലിറ്ററേച്ചർ ആണ്. ലിറ്ററേച്ചർ നിങ്ങളെ സ്വതന്ത്രരാക്കുന്നു, ലിറ്ററലിസം നിങ്ങളെ അത് മാത്രമാക്കി തീർക്കുന്നു. അത് മാത്രമാക്കി തീർക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ അതിശയം തോന്നാറുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ്, കേരളത്തിൽ അധികാരം ഉറപ്പാണ് എന്നതുകൊണ്ട് മാത്രം ഒരു നേതാവിനെ അന്ധമായി ജനങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. ആ ആരാധിക്കുന്നവരിൽ പി രാജീവുണ്ട്, ആ ആരാധിക്കുന്നവരിൽ എം.എ. ബേബി ഉണ്ട്, അവരൊക്കെ ബുദ്ധിശാലികളാണെന്നാണ് പറയണത്. ആ ആരാധിക്കുന്നവർ തോമസ് ഐസക് ഉണ്ട്, ബുദ്ധിമാനാണെന്നാണ് പറയണത്. ആരാധിക്കുന്ന ആരെയാ? പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ. അയാളിതെന്തെങ്കിലും ആണോ? ഒന്നുമല്ല. പിന്നെ എന്തിനാരാധിക്കുന്നു? അവനവനിരിക്കുന്ന കസേരയോട്. എം.എൻ. വിജയൻ പറഞ്ഞിട്ടുണ്ട്, അത് കസേരയിൽ ഇരിക്കുന്നവർക്ക് എണീക്കാൻ പറ്റുകയില്ല. മാഷ്ക്ക് കസേരയിൽ ഇരിക്കാൻ പറ്റില്ലായിരുന്നു, ശരീരവശാലും അധികാരത്തിൻ്റെ ബോധം കൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഇത് ഈ കസേരയിൽ നിന്ന് എണീക്കാൻ പറ്റില്ല. അപ്പോൾ ഏതോ ഒരു കസേരകൾ അദൃശ്യമായി ഉള്ളതിനാലാണ് നമ്മുടെ എഴുത്തുകാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിലൂടെയും സച്ചിദാനന്ദനിലൂടെയും പിന്നെ ബെന്യാമിനിലൂടെയും KR മീരയിലൂടെയും ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത്. അവർക്കെന്തായിരുന്നു ഇതിൽ കാര്യം? അവർക്കെന്തായിരുന്നു ഇതിൽ കാര്യം എന്ന് ഞാൻ ചോദിക്കുന്നതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ട്. അന്യായങ്ങൾ കണ്ട് മിണ്ടാതിരിക്കാം, പക്ഷേ അന്യായങ്ങൾക്ക് വോട്ട് കൊടുക്കണം എന്നാവശ്യപ്പെടുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഒരു സംഭവമാണ് അന്ന് നടന്നത്. എനിക്കതിൽ വലിയ വിഷമം തോന്നി. പക്ഷേ ജനത്തിന് സീറ്റിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ മനോഹരമായി പ്രതിരോധിച്ചു, അല്ലെങ്കിൽ പ്രതികരിച്ചു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഞാൻ സ്വരാജിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഗാന്ധിയൊന്നും ആകാനുള്ള ശേഷി എനിക്കില്ല, പക്ഷെ സ്വരാജിൽ വിശ്വസിക്കുന്നു. സ്വരാജ് എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാഗധേയം സ്വയം നിർണയിക്കാനുള്ള അധികാരം എന്നാണ്. ഈ സ്വയം നിർണയിക്കാനുള്ള അധികാരം ആര് വിലക്കുന്നുവോ അവർ ഫാസിസ്റ്റുകൾ ആണ്. സ്വന്തം നിർണയിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നുവെങ്കിൽ ആരെങ്കിലും ഒരു എതിര് പറയണ്ടേ? ഒരു പാർട്ടിയുടെ ഏതെങ്കിലും തീരുമാനത്തെ അവർ രഹസ്യമായി എതിർത്തു, ബാലറ്റ് പെട്ടിയിലൂടെ എതിർത്തു. പക്ഷെ പുറത്ത് പറയാൻ ധൈര്യമില്ല. രഹസ്യമായി ബാലറ്റ് പെട്ടിയിലൂടെ മാത്രം സ്വാതന്ത്ര്യം കാണിക്കാനാവുന്ന വിധത്തിൽ കേരളം മാറിയിരിക്കുന്നു. പുറമേക്ക് ഒരാൾ പോലും എതിർപ്പ് പ്രകടിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇവിടെ സ്വേച്ഛാധിപത്യം അതിശക്തമായി മാറിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിന് വേണ്ടി ഇത്രയേറെ ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുമില്ല. ഇന്നത്തെ കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഭാവന കൂടിയാണ്. പക്ഷെ അവരുടെ സംഭാവനയുടെ കാലം കഴിഞ്ഞു, അവർ പിൻവാങ്ങേണ്ടതാണ്. അവരുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു, അവർ പിൻവാങ്ങേണ്ടതാണ്. ഇതുവരെ ചെയ്തതിൻ്റെ മഹത്വത്തിൻ്റെ പേരിൽ നമ്മൾ അവരെ ആരാധിച്ചു കൊണ്ടിരിക്കും. പി കൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ ഒരു കഥ എഴുതിയിട്ടുണ്ട്, കാൽപ്പാട്. ആ കഥയിൽ ഈ വൈക്കം മുഹമ്മദ് ബഷീർ പറയുക അടുത്ത സുഹൃത്തുക്കളാണ്. അങ്ങനെ അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിക്കൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പി കൃഷ്ണപിള്ള കളിയാക്കുമൊന്നുമില്ല, എല്ലാം ഗൗരവത്തിലെടുക്കുന്ന ഒരു നല്ല മനുഷ്യൻ. ഇയാളെല്ലാം പരിഹാസത്തിലെടുക്കുന്ന ഒരാൾ. കറുത്തിട്ടാണ് പി കൃഷ്ണപിള്ള. അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇതാ ഈ കറുത്തവർ ഇടുന്ന പൗഡറൊന്നും ഇവിടെ ഇല്ല കേട്ടോ, അയാളുടെ
മുറിയിലേക്ക് ചെല്ലുമ്പോൾ പറയാം, ഈ പി കൃഷ്ണപിള്ള താമസിക്കുന്നത് പാർട്ടി ഓഫീസിലാണ്, ഒറ്റ പായ വിരിച്ച് അതിനെല്ലാം കിടക്കുക. അപ്പോൾ ഇടയ്ക്ക് വരും ഇവിടെ. അപ്പോൾ ഒരു ദിവസം വന്നപ്പോൾ പി കൃഷ്ണപിള്ള വാതിലിൽ മുട്ടിയപ്പം പിന്നെ ഈ വാതിൽ തുറക്കുന്നില്ല. വൈക്കം അല്ല പിന്നെ ബഷീർ ഇവിടെ തുറന്നപ്പം ചോദിച്ചു, നീ എന്ത് ചെയ്യായിരുന്നു? ഞാനൊരു പ്രേമലേഖനം എഴുതുമായിരുന്നു. ആരാണ് നിൻ്റെ കാമുകി എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ബഷീർ പറഞ്ഞു, അവൾ എഴുതിയ പ്രേമലേഖനം എന്താണെന്നറിയണ്ടേ? പറയൂ. 5-10 രൂപ നോട്ട് കവറിലിട്ട് തന്നു. പട്ടിണിയാണ്, വാടക അടച്ചിട്ടില്ല, വളരെ നാളായി. ഞാൻ അതെല്ലാം വീട്ടി. ഇനി നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ട്? 6 രൂപയോ മറ്റാവുള്ളൂ. ശരി, അതിലെനിക്ക് 2 രൂപ, ഇയാൾക്ക് 2 രൂപ കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് ആ അടുപ്പം. ആ കാലത്ത് ഒരു ദിവസം ഒരു വസ്ത്രവുമില്ലാതെ ഒരു തോർത്ത് മാത്രം എടുത്ത് രാത്രിയിൽ പി കൃഷ്ണപിള്ള വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട്ടിലേക്ക് വരും, താമസിക്കുന്നിടത്തേക്ക് വരും. അപ്പോൾ വാതിലിൽ മുട്ടിയപ്പോൾ തുറന്നപ്പം കണ്ടത് ഈ അത്ഭുതകരമായിട്ട് ഒരു തോർത്ത് മാത്രം എടുത്തിട്ട് ഒരാൾ വരുന്നതാണ്. ഇതെന്താ കഥയൊക്കെ പിന്നെ പറയാം, എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് അയാൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു, പാർസൽ വരുത്തി വാങ്ങിച്ചു കൊടുക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഈ കഥ പറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ, പാർട്ടി ഓഫീസിലാണ് പി കൃഷ്ണപിള്ള താമസിക്കുന്നത്, ഒരു ചെറുപ്പക്കാരൻ എൻ്റെ പാർട്ടി ഓഫീസിലേക്ക് വന്നു. അപ്പോൾ അയാൾക്ക് ഇന്നിവിടെ താമസിക്കണം, ഒരു തൊഴിലിന് വേണ്ടി വന്നതാണ്. അപ്പോൾ താമസിച്ചോളൂ, എന്താ പ്രയാസം? അയാൾ പി കൃഷ്ണപിള്ള അയാൾ കിടക്കുന്ന ഒരു പായ് മാത്രമേ ഉള്ളൂ ആ പാർട്ടി ഓഫീസിൽ, അത് ഇയാൾക്ക് കൊടുത്തു. എന്നിട്ട് അത് ഇയാൾക്ക് കൊടുത്തതിൻ്റെ കൃതാർത്ഥതയിൽ വെറും നിലത്ത് കിടന്ന് അയാൾ ഉറങ്ങി, പി കൃഷ്ണപിള്ള. അങ്ങനെ അയാൾ വരുമ്പോൾ ഇയാൾക്ക് ആകെ ഒരു ഷർട്ടും മുണ്ടും ഉള്ളൂ. ആ ഷർട്ടും മുണ്ടും അലക്കിയിട്ട് വേണം പിറ്റേന്ന് ഉടുക്കാൻ. അങ്ങനെ ആ പിറ്റേന്ന് ഈ ഷർട്ടും മുണ്ടും രാവിലെ അയാൾ ഞെട്ടി ഉണർന്നപ്പോഴേക്കും മറ്റാൾ പോയിരിക്കുന്നു. അയാൾ നന്ദിയൊന്നും പറയാത്തതിൽ ഇയാൾക്ക് പ്രശ്നമൊന്നുമില്ല, അതിലൊന്നും കാര്യമില്ലല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ ആ ഷർട്ടും മുണ്ടും അയാളിലില്ല. വീണ്ടും അയാൾ വന്ന പായയിലേക്ക് നോക്കിയപ്പോൾ അതിൽ ചുവന്ന ഒരു കാൽപ്പാട് പതിച്ചു വെച്ചിരിക്കുന്നു, ഏതാണ്ട് ഹൃദയത്തിൻ്റെ സ്ഥാനത്ത്. അത് കണ്ടപ്പോൾ അയാൾക്ക് ഈ ലോകത്തിനോടുള്ള മതിപ്പിനെന്തു പറ്റി എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഏതായാലും പിന്നീട് ബഷീർ കഥ അവസാനിപ്പിക്കുകയാണ്. പി കൃഷ്ണപിള്ള മരിച്ചു എന്നും അദ്ദേഹത്തെ പാമ്പ് കടിച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത് എന്നും വായിക്കുകയുണ്ടായി. ബഷീർ സംശയിക്കുന്നു, പുതിയ ഗവൺമെൻറ് പഴയ പോലീസിനെ കൊണ്ട് അയാളെ കൊല്ലിച്ചതാകുമോ, അതോ പാമ്പ് കടിച്ചു മരിച്ചതാകുമോ? ഇങ്ങനെ ചിന്തിക്കാവുന്ന ഒരു സാഹചര്യം അന്ന് തന്നെ രൂപം കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് പിന്നീട് എത്രയോ ശക്തിപ്പെട്ടിട്ടും അത് വെളിവിൽ വരാത്തത് അധികാരത്തിൻ്റെ ശക്തി കൊണ്ട് ഒന്ന് മാത്രമാണ്. ഇങ്ങനെ ശക്തിപ്രയോഗം നടത്തുന്ന അധികാരത്തിൻ്റെ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ സംശയം വേണ്ട, അതിൻ്റെ പേരാണ് ഫാസിസം എന്ന് പറയുന്നത്. ഈ ഫാസിസം അലസമായിരുന്നാൽ നമ്മളെ വിഴുങ്ങുന്നതാണ് എന്നതിന് ഒ.പി. വിജയൻ്റെ അരിമ്പാറ എന്ന് പറയുന്ന ഗംഭീരമായ ഒരു കഥ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പുരോഗമന സാഹിത്യകാരന്മാരൊന്നും ഫാസിസത്തിനെതിരായിട്ടൊന്നും ഒരു കഥ എഴുതില്ല. ഒ.പി. വിജയൻ എഴുതും, ആനന്ദ് എഴുതും, അങ്ങനെ എഴുതും. അങ്ങനെ വളരെ കുറച്ച് പേരെഴുതും. അതിൽ ആനന്ദ് എഴുതിയിട്ടുള്ള കഥയാണ് ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന് പറയുന്ന കഥ. അതുപോലെ ഈ ഒ.പി. വിജയൻ്റെ അനവധി കഥകളുണ്ട്. പരീക്ഷ, പിന്നെ എണ്ണ, പിന്നെ അതുപോലെ എന്താണ് ധർമ്മപുരാണം, അതിലെ ഒരു കഥ. പക്ഷേ ഈ കഥയിലെ കാര്യം വളരെ രസമാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പിന്നെ അരിമ്പാറ, നിങ്ങൾക്കറിയാലോ, കവിളിലൊക്കെ അരിമ്പാറ, അത് ഇയാൾ ഇത് തുടരുതെന്നാണ് നമ്മൾ പറയുക, അല്ലേ? തൊട്ടാ വലുതാവും എന്നല്ലേ നമ്മൾ സാധാരണ വീടുകളിൽ അങ്ങനെയാണ് പറയുക. ഏതായാലും ഇയാൾ ഇതിനെ ഗവനിക്കുന്നതേ ഇല്ല. പക്ഷേ അടുത്ത ദിവസം അത് വലുതായിരിക്കുന്നു, അതിനടുത്ത ദിവസം അത് ഇരട്ടി വലുതായിരിക്കുന്നു, പിന്നെ അത് ഇയാളുടെ മുഖത്ത് അതുമാത്രമായി തീരുന്നു. അത് ചുമന്ന് നടക്കുന്ന ഒരാളായിട്ട് ഇയാൾ മാറുന്നു. അതിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നടക്കുന്ന ഒരാളായിട്ട് ഇത് മാറുന്നു. അതിന് വേണ്ടിയുള്ള ഒന്നായി ഇയാളുടെ ജീവിതം മാറുന്നു. അലസമായി വളരാൻ വിട്ട ഒരരിമ്പാറ അയാളുടെ
ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വ്യാപിക്കുകയും അതിൻ്റെ അധികാരപരിധിയിൽ അയാളെ ഒരു കൃമിയാക്കി മാറ്റുകയും ചെയ്യുന്നു. അലസമായി നമ്മൾ ഉപേക്ഷിക്കുന്ന, അവഗണിക്കുന്ന അരിമ്പാറകൾ ഈ വിധത്തിൽ നമ്മളെ കീഴടക്കും. അതുകൊണ്ട് ഇവിടെ എന്ത് ഫാസിസം? ലഘുവായിട്ടുള്ള ഫാസിസം അല്ലേ? ഒരു സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞാൽ എന്താ കാര്യം അല്ലേ? ഒരു മനു തോമസ് അവിടെ നിന്ന് വിഷമം സംഖ്യ എന്താണ് കാര്യം? അങ്ങനെ കുറേ ഒരു ഉണ്ടല്ലോ, കുറേ ഒരുക്കൾ ഉണ്ടാകുമ്പോഴാണ് അത് ഫാസിസമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയും. അങ്ങനെ ഫാസിസം ഉണ്ട്. ഈ ഫാസിസത്തെ പ്രതിരോധിക്കാനൊന്നും സാഹിത്യത്തിനും കലകൾക്കും ഒന്നും സാധിക്കില്ല. തീർച്ചയായിട്ടും സോൾസെനിസനെ പോലെ നാട് കടത്തപ്പെടും, ജയിലിലടയ്ക്കപ്പെടും, നിശബ്ദനാക്കപ്പെടും. നിർഭാഗ്യവശാൽ ഒരു ശരീരവും ഒരു കുടുംബവും ഒരു ജീവിതവും ഉള്ളതുകൊണ്ട് ഒരെഴുത്തുകാരനും വല്ലാതെയൊന്നും ഫാസിസ്റ്റ് വിരുദ്ധനാകാൻ ഈ കേരളത്തിൽ സാധ്യമല്ല. തൊഴിൽ നിന്നൊക്കെ പിരിഞ്ഞ എന്നെപ്പോലെ ചിലർക്ക് വീട്ടിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ ചിലപ്പോൾ പറയാൻ പറ്റും എന്നതല്ലാതെ ഈ കേരളത്തിൽ പോലും നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് പറയാൻ പറ്റുന്ന സാഹചര്യം നിലവിലില്ല എന്നത് സത്യമാണ്. പിന്നെയാണോ ഇന്ത്യയുടെ കാര്യം? ആകെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാസിസ്റ്റ് രാജ്യം ചെറുതായി ഒന്ന് വിലങ്ങിടാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു എന്നത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോഴും ആരാരെ വിലക്കെടുക്കും എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. ഫാസിസം കൂടുതൽ ഭീകരമായി ഇവിടെ വരികയും അങ്ങനെ സകല എഴുത്തുകാരും കലാകാരന്മാരും നിശബ്ദരാക്കപ്പെടുകയും ആ ഇരുണ്ട രാത്രിയിൽ ഒരു പത്രം മാത്രം ഇവിടെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും എന്ന് തന്നെ ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഞാൻ മറ്റൊരു കവിതയിൽ, ചെറിയ കവിതയല്ല എന്നാലും ചെറിയ കവിത തന്നെയാണ്, ഇത് അവസാനിപ്പിക്കുന്നു എൻ്റെ പ്രസംഗം. കലികാലത്തിൽ ധർമ്മരാജാവ് ഒറ്റ കാലുള്ള ഒരു കാളയായിട്ടാണ് അവതരിക്കുക എന്നാണ് പറയുക. ഇന്ത്യയിൽ ധർമ്മം ഇന്ന് ഒറ്റക്കാലുള്ള ഒരു കാളയായി അവതരിച്ചിരിക്കുന്നു. ഞാൻ റിയാസ് കോമിനോട് പറഞ്ഞു, ഈ കഥ നിങ്ങളൊരു ശില്പം ചെയ്യണം എന്ന് പറഞ്ഞു. അയാൾ മനോഹരമായ ഒരു ശില്പം ചെയ്തു. റിയാസ് കോം ബോംബെയിൽ അത് പ്രദർശിപ്പിച്ചു. ഒറ്റ കാലിൽ നിൽക്കുക എന്ന് പറയുന്നത് എളുതല്ല, ഒരു കാളയ്ക്ക് പറ്റില്ല. നോക്കാം. ഇന്ദ്രപ്രസ്ഥത്തിലെ മഹാശില്പം പൂർത്തിയായി. പെരുവഴിയിൽ നിന്നാൽ കാണില്ല, വഴിവിട്ട് നിന്നാൽ അതല്ലാതെ കാണില്ല. ഒറ്റക്കാലിൽ നിൽക്കുകയാണ് ഒരു കാള. പിന്നിലെ ഇടങ്കാലിൽ ദേഹഭാരം മുഴുവൻ പേറി ഏകാഗ്രതയാൽ മുറുകി നിൽപ്പിൻ്റെ കാഠിന്യം കുറയ്ക്കാനായി കാലൽപ്പം നടുവിലേക്ക് നീക്കാനോ കാലിനൽപ്പം തടി കൂട്ടാനോ ശ്രമിച്ചിട്ടില്ല. വാലിനറ്റത്തെ രോമം പോലും ഒന്ന് ഉദാസീനമായാൽ അന്നിമിഷം നിലംപതിക്കും എന്ന കാളയ്ക്കറിയാം. നിവർന്നു നിൽക്കുന്ന കാതുകളിലെ തടിച്ച ഞരമ്പുകൾ, മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച തല, എടുത്തു പിടിച്ച ചുമൽ, വലിഞ്ഞു നിൽക്കുന്ന വയർ, ഭാരം ആ ഒറ്റക്കാലിന് വെളിയിലേക്ക് തുളുമ്പാതിരിക്കാൻ സദാ ഞെരുങ്ങുകയാണ്. ഉള്ളതും ഇല്ലാത്തതും കൊണ്ട്, പോയതും വന്നതും കൊണ്ട് പൊരുതുന്നുണ്ട് അത് വീഴാതിരിക്കാൻ. സത്യത്തിൽ ഈ കാള നിൽക്കുകയല്ല, വീഴാതിരിക്കുക മാത്രമാണ്. അതൊട്ടും എളുതല്ല താനും. മുന്നിൽ അധിക നേരം നിൽക്കാനാവില്ല, കാലുകൾ കുഴയും. ഒന്ന് വീർപ്പിടാനുള്ള സ്വാതന്ത്ര്യം പോലും ബാക്കിയില്ലെന്ന് ഇവിടെ നിൽക്കുമ്പോഴറിയാം. നിലനിൽപ്പിൻ്റെ യാതന അതൊറ്റയ്ക്ക് വഹിക്കുന്നു. സംഭവിക്കരുതാത്തതിൽ ഒന്നുകൂടി സംഭവിച്ചാൽ ആ കാള നിലംപതിക്കും. ശേഷിക്കുന്നതിൽ പിടിച്ച് നിൽക്കുകയാണ് അത്. നന്ദി.